ജീസസ്. ദൈവത്തിൻ്റെ കൃപയും ശക്തിയും സ്നേഹവും മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല സമയത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവെഴുത്താണ് ഇന്ന് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച്. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു ദൂതാണിത്. ഞാനത് എൻ്റെ സഭയ്ക്ക് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാൻ ഇന്ന് രാവിലെ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ്. നമ്മളെപ്പോഴും കർത്താവിൻ്റെ കയ്യെക്കുറിച്ചൊക്കെ കേൾക്കുന്ന, കർത്താവിൻ്റെ കരം, കർത്താവിൻ്റെ ഭുജം, വീര്യം പ്രവർത്തിക്കുന്ന ഭുജം എന്നൊക്കെ നമ്മൾ പഴയ നിയമത്തിലും സങ്കീർത്തനത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമ്മൾ വായിച്ച് കേൾക്കുന്നതാണ്. ദൈവത്തിൻ്റെ കരം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയണ്ടേ? ദൈവത്തിൻ്റെ കരം നീട്ടിയാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ദൈവത്തിൻ്റെ കരം നീട്ടിയാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അതിനകത്തൊരു പൂർണ്ണതയുണ്ട്. ഞാൻ പറഞ്ഞ വാക്കിനകത്ത് ദൈവത്തിൻ്റെ കരം നീട്ടിയാൽ, എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, എൻ്റെ മുഖത്തേക്ക് നോക്കിയേ. ദൈവത്തിൻ്റെ കരം നീട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എന്തും സംഭവിക്കാനും എന്തും നടപ്പാക്കാനും തക്കവണ്ണം അധികാരത്താൽ ചുറ്റപ്പെട്ടതാണ് ദൈവത്തിൻ്റെ കരം. എന്തും തുറക്കാൻ തക്കവണ്ണം മൂർച്ചയുള്ളതാണ് ദൈവത്തിൻ്റെ കരം. എന്തും പൊളിഞ്ഞു കിടക്കുന്നതിനെ പൂർണ്ണ രൂപത്തിലും പുതിയ രൂപത്തിലും പണിതെടുക്കാൻ തക്കവണ്ണം വഴക്കമുള്ളതാണ് ദൈവത്തിൻ്റെ കരം. ഹോളി സ്പിരിറ്റ് ഇൻ ദ മൈറ്റി നെയിം. ആ കരത്തിലേക്കാണ് ഞാൻ ഈ സഭയെ ഇന്ന് കൊടുത്തിരിക്കുന്നത്. ആ കരത്തിലേക്കാണ് എന്നെ വാച്ച് ചെയ്യുന്ന താങ്കളെ ഞാൻ പ്രാർത്ഥിച്ച് കൊടുത്തേക്കുന്നത്. ആ കരത്തിലേക്കാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഈ മൈക്കിനെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ കരത്തിലേക്കാണ് ഞാൻ എന്നെ കൊടുത്തിരിക്കുന്നത്. ആ കരത്തിലേക്കാണ് ഞാൻ ഇന്നത്തെ ദിവസം കൊടുത്തിരിക്കുന്നത്. ആ കരത്തിലേക്കാണ് ഇപ്പോൾ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന പ്രാർത്ഥന ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ആലോചന കൈമാറുമ്പോൾ തന്നെ, ഞാൻ ഈ ആശയം കൈമാറുമ്പോൾ തന്നെ, ഈ വാക്കും ഈ വാചകവും എനിക്ക് വേണ്ടി ഉള്ളതാണെന്ന് പറയുന്നവന്റെ ജീവിതത്തിൽ ശത്രുവിന്റെ കൈ ചെയ്തത്, സാത്താന്റെ കൈ ചെയ്തത്, പിശാചിന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് യേശുവിന്റെ കരത്താൽ, സ്വർഗത്തിന്റെ കരത്താൽ ഇപ്പോൾ സ്വർഗം അതിനെ തകർത്തു മാറ്റട്ടെ. ലേമോയോ സെഖേനോ റബാൽഖോനോ ഓൾഖെമെ ഹാദിസ്. ഹേ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 66-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് എടുത്തേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 66-ാമത്തെ വാക്യം. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. കേട്ടവർ എല്ലാവരും ഹൃദയത്തിൽ നിക്ഷേപിച്ചു. എന്നൊരു പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് സ്വാധീനിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കേട്ടവർ എല്ലാവരും ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ആരെക്കുറിച്ചാ? വിശുദ്ധ യോഹന്നാനെ കുറിച്ച് കേട്ടവർ എല്ലാവരും. ആരാ? ബന്ധുക്കളും ചാർച്ചക്കാരും അയലൊക്കക്കാരും പരിചയക്കാരും എല്ലാവരും. കേട്ടവർ. എന്താ കേട്ടേ? ഒരിക്കലും കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു വാർത്തയാ കേട്ടേ. നിക്ഷേപിച്ചു. എവിടെയാ നിക്ഷേപിച്ചേ? ഹൃദയത്തിൽ. ഹൃദയത്തിൽ. സ്വപ്നത്തിൽ പോലും ഉദിക്കാത്ത കാര്യം, ഒരിക്കലും കേൾക്കാൻ സാധ്യതയില്ലാത്ത കാര്യം കേട്ടപ്പോ അത് അതീവ ശ്രദ്ധയോടെ വള്ളിയും പുള്ളിയും തെറ്റാതെ എല്ലാം കേട്ടിട്ട് അതിനെ കളയുമല്ല ചെയ്തേ, ഹൃദയത്തിൽ നിക്ഷേപിച്ചു. എന്താ കേട്ടേ?
എലിശബത്ത് പ്രസവിച്ചു. ഒരിക്കലും കേൾക്കരുത് എന്നാഗ്രഹിച്ചവർ ഈ കൂട്ടത്തിൽ കാണും. ഒരിക്കലും കേൾക്കത്തില്ല എന്ന് വിധിച്ചവർ കേട്ടവരുടെ കൂട്ടത്തിൽ കാണും. കേൾക്കേണ്ട കാലം കഴിഞ്ഞു, അതുകൊണ്ട് ഇനി കേൾക്കത്തില്ല എന്ന് വിശ്വസിച്ചവർ ഈ കൂട്ടത്തിൽ കാണും. എല്ലാവരുടെയും ചിന്തകളെയും വിശ്വാസങ്ങളെയും ധാരണകളെയും മുൻവിധികളെയും മറികടന്നുകൊണ്ട് ഒരു വാർത്ത ഹൃദയം തുളച്ച് ഹൃദയത്തിൻ്റെ അകത്ത് വിശ്വസനീയമായ രീതിയിൽ തറയ്ക്കത്തക്ക നിലകളിൽ ഒരു ശബ്ദം പുറത്തു വരികയാണ്: എലിശബത്ത് പ്രസവിച്ചു. ഞാൻ താങ്കളെ നോക്കി പ്രവചിച്ചു പറയുന്നു, പലരുടെയും ആഗ്രഹമായിരിക്കും ഇന്ന് പോകുന്നത് പോലെ നീ പോയാ മതി. പലരുടെയും ആഗ്രഹമായിരിക്കും ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് താഴേക്ക് പോകണം. പലരുടെയും മുൻവിധികളായിരിക്കും ഇവിടെ നിന്ന് ഇനി ഒരു സ്ഥാനക്കയറ്റം, ഇനി ഒരു മെച്ചം, ഇനി ഒരു വളർച്ച ഉണ്ടാകാൻ സാധ്യതയില്ല. പലരുടെയും ചിന്തയായിരിക്കും ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ കാണും, പിന്നീട് തേഞ്ഞു മാഞ്ഞു പോകും. പക്ഷേ പലരുടെയും ധാരണകളെയും മുൻവിധികളെയും മറികടന്നുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ നേരെ നീട്ടുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. പലരുടെയും ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട്, വിശ്വാസങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട്, ധാരണകളെ തിരുത്തിക്കൊണ്ട് നിന്റെ ജീവിതത്തിന് നേരെ നീളുന്ന ഒരു കരമുണ്ട്. ആ കരത്തെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കരം എനിക്ക് നേരെ നീളുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടഞ്ഞുപോയ വാതിൽ തുറക്കണോ, വറ്റിപ്പോയ ഉറവ തുറക്കണോ, ഒരിക്കലും ഉത്ഭവിക്കത്തില്ല എന്ന് പറഞ്ഞത് ഉത്ഭവിക്കണമോ, ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞത് ഉണ്ടാകണമോ, ഉടഞ്ഞുപോയത് വീണ്ടും പണിയണമോ, വിരൂപമായതും വിചിത്രമായതും നിന്റെ ജീവിതത്തിൽ പൂർണ്ണ രൂപത്തിൽ വെളിപ്പെടണമോ? ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവിന്റെ കരം, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവിന്റെ കരം നിന്റെ ജീവിതത്തിലേക്ക് നീ അനുവദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞേ, ഒരിക്കലും മാറത്തില്ലെന്നും ഒരിക്കലും അറിയത്തില്ലെന്നും ഒരിക്കലും നേരെയാകത്തില്ലെന്നും ഒരിക്കലും വിട്ടുപോകത്തില്ലെന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലെന്നും വരെ നീ ചിന്തിച്ചതും നിന്നോട് പറഞ്ഞതും നിന്നെ പഠിപ്പിച്ചതുമാകുന്ന ചില ദുഷ്ടന്റെ ടീച്ചിങ്സ്, ചില ദുരാത്മാവിന്റെ ഉപദേശങ്ങൾ, ചില ദുഷ്ട മനുഷ്യരുടെ വാക്കുകൾ, ശാപങ്ങൾ ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് ക്യാൻസൽ ആകുകയാണ്. Almighty Father, in the name of Jesus. ആക്ച്വലി എലിശബത്തിന്റെ ഉദരത്തിൽ നടന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. സ്തോത്രം. എലിശബത്തിന്റെ ഉദരത്തിൽ നടന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. മുൻവിധികളുണ്ടായിരുന്നു, ചിലരുടെ വിശ്വാസങ്ങളുണ്ടായിരുന്നു, ചിലരുടെ വാചകങ്ങളുണ്ടായിരുന്നു, പരിഹാസങ്ങളുണ്ടായിരുന്നു, നിന്ദയുണ്ടായിരുന്നു, ചിലരുടെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അസൂയ ഉണ്ടായിരുന്നു, ആക്ഷേപം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ എലിശബത്തിനെ കെട്ടി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വാചകത്തിൽ അങ്ങ് പറഞ്ഞതാ. എന്നാൽ ഒരു സൈന്യം മുഴുവനും നിനക്ക് നേരെ എഴുന്നേറ്റ് നിന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് പറയുന്നത് വെറുതെ അല്ല. സൈന്യമല്ല, സൈന്യങ്ങളുടെ അധിപതി, സൈന്യാധിപനാകുന്ന ദൈവമാ വലുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? 1000 സൈന്യം നിരന്നു നിന്നാലും ഒരൊറ്റ മേധാവി നോ എന്ന് പറഞ്ഞാൽ 1000 പേരും ആ ഒരൊറ്റ വാക്ക് അനുസരിക്കും. ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയുക, 1000 പ്രശ്നങ്ങളുടെ നടുവിലും 1000 കുരുക്കുകൾക്കകത്തും നിങ്ങൾ കിടക്കുമ്പോൾ ഇന്ന് ഉയരത്തിൽ നിന്നൊരു ശബ്ദമേ വേണ്ടൂ നിന്റെ ജീവിതത്തിന് നേരെ തിരിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ചില മലിനജലത്തെ അണകെട്ടി നിർത്താൻ. ഒരൊറ്റ ശബ്ദമേ വേണ്ടൂ. നിന്റെ ജീവിതം മുഴുവൻ മലീമസമാക്കുന്ന ചില ഒഴുക്കുകൾ, നിന്റെ ജീവിതം മുഴുവൻ വിരൂപമാക്കി കളയുന്ന ചില ഒഴുക്കുകൾ, ആസിഡിറ്റി പോലെ നിന്നെ ആക്രമിക്കുന്ന ചില വാക്കുകൾ, ചില നോട്ടങ്ങൾ, സംസാരങ്ങൾ, ചിന്തകൾ, പ്രവർത്തികൾ. ഹേയ്, ഇന്നൊരൊറ്റ വാക്കിന് അതിനെ അണകെട്ടി നിർത്താൻ കഴിയും. അത് അടയണമെങ്കിൽ അടയ്ക്കാനും തുറക്കണമെങ്കിൽ തുറക്കാനും ഇന്ന് ബലമുള്ളൊരു ഭുജം. സുഹൃത്തെ, നീ ദൂരത്താണെങ്കിലും ചാരത്താണെങ്കിലും എവിടെ ഇരുന്നാണ് കേൾക്കുന്നതെങ്കിലും ഇന്ന് നിന്റെ ജീവിതത്തിൽ അതൊന്ന് ചലിക്കുകയേ വേണ്ടൂ. അത് സംഭവിക്കും. In the mighty name
ഓ ഹല്ലേലൂയ. ഒരു ആമേൻ പറയാൻ പോലും നിന്റെ അധരം ചലിക്കുന്നില്ലെങ്കിൽ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ വിഷയത്തിനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് കേട്ടവർ എല്ലാവരും ഹൃദയത്തിൽ നിക്ഷേപിച്ചത്? ഇവർ ഹൃദയത്തിൽ നിക്ഷേപിക്കത്തക്ക രീതിയിൽ എന്താണ് ഇവർക്ക് ആശ്ചര്യമായി തോന്നിയത്? വചനം പറയുകയാണ്, ഹല്ലേലൂയ. അറുപത്തി മൂന്നാമത്തെ വാക്യം നോക്കിയേ. അവനൊരു എഴുത്തുപലക ചോദിച്ചു. അവൻ്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവൻ്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. യഹൂദ്യ മലനാട്ടിലെങ്ങും ഈ വാർത്ത ഒക്കെയും പരന്നു. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. അടുത്ത വാക്യം കേൾക്കണം. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. ഒരു ദൈവത്തിൻ്റെ എൻകൗണ്ടർ ഒരു വ്യക്തിക്കുണ്ടായാൽ മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്ന നിലകളിലെ കാര്യങ്ങൾ സംഭവിക്കത്തുള്ളൂ, മാറിമറിയത്തുള്ളൂ. ഒരു സംശയവുമില്ല. ദൈവത്തിൻ്റെ എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, ദൈവത്തിൻ്റെ എന്നെ ശ്രദ്ധിച്ചു കേട്ടെ, ദൈവത്തിൻ്റെ വിസിറ്റേഷൻ സുഹൃത്തെ നിന്റെ ജീവിതത്തിലുണ്ടായാൽ, ഞാനത് ക്ലിയർ ആയിട്ട് പറയാം. ദൈവത്തിൻ്റെ വിസിറ്റേഷൻ എങ്ങനെയാണ് ഉണ്ടാകുക? കർത്താവ് 2 ചിറകും വെച്ച് പിടിപ്പിച്ച് ലാൻഡിംഗ് പോയിന്റും ഫിക്സ് ചെയ്ത് കർത്താവ് പറന്നിറങ്ങുമൊന്നുമല്ല. അങ്ങനെയും സംഭവിക്കാം. ദൈവത്തിൻ്റെ വിസിറ്റേഷൻ ഒരു ശബ്ദത്തിലൂടെ വരാം. ദൈവത്തിൻ്റെ വിസിറ്റേഷൻ ഒരു വചനത്തിലൂടെ വരാം. അപ്പോൾ പലർക്കും ഇന്നിപ്പോൾ അത് മിസ്സായി എന്ന് പറയും. കാരണം പലരും വചനം കേട്ടിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ദൈവത്തിൻ്റെ വിസിറ്റേഷൻ വചനത്തിലൂടെ വരാം. ദൈവത്തിൻ്റെ വിസിറ്റേഷൻ സ്വപ്നത്തിലൂടെ വരാം. ദൈവത്തിൻ്റെ വിസിറ്റേഷൻ വിശ്വാസത്തിലൂടെ നമുക്ക് അനുഭവിക്കാം. ഇതെല്ലാം വിസിറ്റേഷൻ തന്നെയാണ്. അല്ലാതെ കർത്താവ് പണ്ട് മോശയുടെ മുമ്പിൽ ഇറങ്ങിയതുപോലെ കാടും മലയും കുലുക്കിയും കാർമേഘത്തിലും അന്ധതമസിലും കൂരിരുട്ടിലും കാഹളനാദത്തിലും മാത്രമല്ല ഇറങ്ങുന്നത്. സ്തോത്രം. ദൈവം ഇങ്ങനെ ഇറങ്ങാവൂ എന്ന് പറഞ്ഞാൽ കർത്താവ് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും വേണ്ട. നിങ്ങളായിരിക്കുന്ന വീടിനകത്ത്, റൂമിനകത്ത്, ലിവിംഗ് റൂമിനകത്ത്, ചേർച്ചിനകത്ത് ഒരു വിസിറ്റേഷൻ ഉണ്ടാകാൻ ഒരു വാക്ക് മതിയടോ, ഒരു വാക്ക്. ഇവിടെ ഇപ്പൊ എലിശബത്ത് ഗർഭം ധരിച്ചു എന്ന് നമ്മൾ 1-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ വായിച്ചു വരുമ്പോൾ ഒരു വാക്കാണ് അത് ചെയ്തത്. കർത്താവ് ഡയറക്റ്റ്ലി ഇറങ്ങിയോ ഉദരത്തെ തൊട്ടു ഒന്നും വചനം പറയുന്നില്ല. ഒരു വേർഡ് അകത്തേക്ക്, ഓ മൈ ഗോഡ്, ഒരു വേർഡ് അകത്തേക്ക് കയറി. നിങ്ങൾ ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന ഈ മീറ്റിംഗ്, ഈ ചാനൽ, ഈ പ്ലാറ്റ്ഫോം ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്തതാണ്. പറഞ്ഞാൽ വിശ്വസിക്കൂ. ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്തതാണ്. 3 വട്ടം പറഞ്ഞ ഒരേ വാക്ക് ക്രിയേറ്റ് ചെയ്ത ചാനലാണിത്, പ്ലാറ്റ്ഫോമാണിത്. ഒരു വേർഡ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ, വെറുതെ അല്ല നമ്മൾ എപ്പോഴും വേർഡിന് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ വേർഡിന് പ്രയോറിറ്റി കൊടുക്കുന്ന വെറുതെ അല്ല. നിന്റെ അകത്തേക്ക് കയറി, അത് എബ്രായർക്ക് എഴുതിയ ലേഖനം പറയുന്നുണ്ട്, ദൈവത്തിന്റെ വാള് സന്ധി മജ്ജ മാംസങ്ങളെ വരെ തുളച്ച് ചെല്ലുന്നതും, ആത്മാവ് ദേഹി ദേഹത്തെ തുളച്ച് ചെല്ലുന്നതും സന്ധി മജ്ജ മാംസങ്ങൾ വിടുവിക്കുന്നത് വരെ അത് മുമ്പോട്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നിന്നെ സ്ലൈസ് ചെയ്തുകൊണ്ട്, ഒരു വ്യക്തിയെ സ്ലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ വചനം എപ്പോഴും സ്ലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറത്തു വരുന്നത് വരെ അതകത്ത് തുളച്ച് ചെന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. താങ്കളെ സ്പർശിക്കാൻ, താങ്കളെ ശുദ്ധീകരിക്കാൻ, താങ്കളെ രൂപാന്തരപ്പെടുത്താൻ, താങ്കളെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റാൻ നിങ്ങളൊരു മനുഷ്യനെ അനുവദിച്ചില്ലെങ്കിലും നിങ്ങൾ ദൈവത്തെ അനുവദിക്കണം. നിങ്ങളൊരു മനുഷ്യന്റെ വാക്ക് കേട്ടില്ലെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കണം. അകത്തേക്ക് കയറി ഒരു സർപ്പാസിംഗ് പവറാണത്. എലിശബത്ത് എന്തുകൊണ്ടാണ് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല എന്ന് പറഞ്ഞ് ചിലരിയ്ക്കുന്ന പോലെ ഇരിക്കാത്തത്? ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ.
അവൾ തുള്ളിച്ചാടി, അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടെ സെക്കരിയാവിനോട് പോയിട്ട് ഞാനൊരു പേക്കിനാവ് കണ്ടു എന്നല്ല പറഞ്ഞേ, എനിക്കൊരു വിസിറ്റേഷൻ ഉണ്ടായി. ഓ മൈ ഗോഡ്, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫറ്റ് അല്ല എന്നോട് പ്രവചിച്ചേ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നാൽ എലിശബത്ത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. വിശ്വസനീയമായ രീതിയിൽ സംഭവിക്കട്ടെ, ഒന്നും കൂടെ ഡീപ്പായിട്ട് പ്രവചിക്കൂ എന്നൊന്നും പറഞ്ഞില്ല. ഒരു വിസിറ്റേഷൻ. ഇത്ര സമയം വേണം ദൈവത്തിനൊരു കാര്യങ്ങളെ മാറ്റിമറിക്കാൻ. സുഹൃത്ത്, നിന്റെ ജീവിതം മാറിമറിയും വിത്തിൻ സെക്കൻഡ്സ് ദൈവത്തിന്റെ വചനത്തെ അനുവദിച്ചാൽ. ഹല്ലേലൂയ. ഒരു വിസിറ്റേഷൻ, ഒരു എൻകൗണ്ടർ ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് മാത്രമായിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഈ വചനത്തോട് പ്രതികരിക്കുന്നവർക്ക് മാത്രമേ ഇന്ന് ഈ വചനത്തിന്റെ ഡെലിവറൻസ് വെളിപ്പെടാൻ പാടുള്ളൂ. അതെന്റെ നിർബന്ധമാണ്. ഹല്ലേലൂയ. ആസ് യൂഷ്വൽ കേൾക്കുന്ന പോലെ, എന്നത്തെയും പോലത്തെ ഒരു മനോഭാവത്തിലല്ലാതെ വ്യത്യസ്തമായ ഒരു രീതികളിൽ ഈ വേർഡിനോട് പ്രതികരിക്കുന്നവർക്ക് മാത്രമേ ഇന്നത്തെ വചനത്തിന്റെ വിടുതൽ സംഭവിക്കാൻ പാടുള്ളൂ. ഒരൊറ്റ വാക്ക്, ഒരൊറ്റ വിസിറ്റേഷൻ, ഒരേ ഒരു പ്രാവശ്യമുള്ള സന്ദർശനം, ഇതിനകത്ത് നടന്ന വിടുതൽ എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ വായിച്ചല്ലോ, പലരും ഹൃദയത്തിൽ സംഗ്രഹിച്ചു, നിക്ഷേപിച്ചു. എന്തിനാ നിക്ഷേപിച്ചേ? ഒന്ന്, ഇത് വീണ്ടും ഒന്ന് വിശകലനം ചെയ്യും, ആരായണം. ഇങ്ങനെ ഒരു വാർത്ത കേട്ടു, സത്യമാണോ? അല്ലായിരിക്കും അല്ലേ, അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞില്ലയോ? അല്ലായിരിക്കും അല്ലേ, വെറുതെ കേട്ടതായിരിക്കും അല്ലേ, ചുമ്മാ ഒരു ഗോസിപ്പ് ഇട്ടതാ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ താല്പര്യമുള്ളവനും എലിശബത്ത് പ്രസവിച്ചു എന്ന് കേട്ടപ്പോ മനസ്സിനകത്ത് നിക്ഷേപിച്ചു. ഇവൻ ഒരു കാലവും ഗുണം പിടിക്കരുതേ എന്ന് പറഞ്ഞവനും ഈ വാക്ക് മനസ്സിൽ നിക്ഷേപിച്ചു. പരിഹസിച്ചവരും അച്ചി എന്ന് വിളിച്ചവളും ഈ വാക്ക് മനസ്സിൽ നിക്ഷേപിച്ചു. കർത്താവേ, നിന്റെ താമസം, നിന്റെ വരവ് താമസമെങ്കിൽ ഇവളുടെ കയ്യിൽ ഒരു കുഞ്ഞിരിക്കുന്നത് ഞാൻ കാണണമേ എന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹിക്കപ്പെട്ടവരും ഈ വാക്ക് മനസ്സിൽ നിക്ഷേപിച്ചു, ഹൃദയത്തിൽ നിക്ഷേപിച്ചു. നീ വളർന്നു എന്ന് കേട്ടാൽ നല്ലവര് മാത്രമല്ല ആ വാക്ക് മനസ്സിൽ നിക്ഷേപിക്കുന്നത്, നീ വളർന്നോ എന്നൊന്നും കൂടെ അന്വേഷിക്കാനുള്ളവർ ഈ വാക്ക് മനസ്സിൽ നിക്ഷേപിക്കും. നീ എങ്ങാനും കർത്താവിന്റെ കരത്തിൽ പ്രയോജനപ്പെട്ടാൽ, നിങ്ങളെങ്ങാനും ഒരു നന്മ അനുഭവിച്ചാൽ, അത് അനുഭവിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചവർ മാത്രമൊന്നും അല്ല ഈ വാക്ക് മനസ്സിൽ നിക്ഷേപിക്കുന്നേ. ഇതൊന്നും പൊങ്ങി കാണരുതേ എന്ന് ആഗ്രഹിക്കുന്നവനും ഈ വാക്ക് അങ്ങോട്ട് എടുക്കും, ഒന്ന് പരിശോധിക്കാൻ. എന്നിട്ട് സ്വയം പല്ലുകടി ചുരുക്കി ചാകുകയും ചെയ്യും. അസൂയക്കാണ് മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത. ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചെലവാകുക കേരളത്തിലാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. പലതും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് പറയുന്ന കേട്ടോ. സ്തോത്രം. ഇവിടെ എലിശബത്തിന്റെ ജീവിതത്തിലുണ്ടായ ഈ ഒരു എൻകൗണ്ടർ പലരെയും അസ്വസ്ഥപ്പെടുത്തി. അത് മനസ്സിലാകണമെങ്കിൽ നമ്മളിപ്പോൾ വായിച്ചത് 1-ാമത്തെ അധ്യായം, അതിന്റെ 66-ാമത്തെ വാക്യ. 1-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് ഇതിന്റെ കാര്യം പിടികിട്ടും. കാരണം എലിശബത്ത് ഇത്രയും വർഷം കൊണ്ട് അനുഭവിച്ചത് എന്താണെന്നുള്ളത് 24-ാമത്തെ വാക്യം നോക്കി. 24. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിശബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇന്ന് തലമുറകളില്ലാതെ ആരെങ്കിലും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കരയുകയും ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ, ഞാൻ മരുന്നിനെതിരായിട്ട് നിൽക്കുന്ന ഒരാളല്ല, മരുന്ന് കഴിക്കരുതെന്ന് പറയുന്ന ആളല്ല, രോഗിക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ വിശ്വാസത്തോടെ എടുക്കുന്ന ട്രീറ്റ്മെന്റ് ഫലം കാണും, നിങ്ങൾ വിശ്വാസത്തോടെ കഴിക്കുന്ന മരുന്നിൽ ഫലം കാണും, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഫലം കാണും. മരുന്ന് വേണ്ട, എനിക്ക് പ്രാർത്ഥന മതി എന്ന് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിന് ഫലം കാണും. മനുഷ്യരുടെ ഇടയിൽ നിനക്കുണ്ടായിരുന്ന നിന്ന നീക്കാൻ കർത്താവ് നിന്നെ കടാക്ഷിക്കുന്ന ഒരു നാളായി പരിശുദ്ധാത്മാവ് ഇത് മാറ്റും. ഇത് കുഞ്ഞുങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ ഉദരത്തിനകത്തേക്ക് ഈ വചനത്തെ ഞാൻ സെൻഡ് ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ഉദരത്തെ ഈ വചനം തുറക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊതിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുടെ ഉദരത്തെ പരിശുദ്ധാത്മാവി വചനത്തോടുകൂടെ തുടട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. In Jesus' name.
ഈ വചനം നിന്റെ അകത്തേക്ക് ചെന്നാൽ, ആമേൻ 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 ആമേൻ, എത്ര കുരുക്കും എത്ര കെട്ടും എത്ര ബാരൻ ലാൻഡ് ആണെങ്കിലും ഇന്ന് ഞാൻ ഈ പറയുന്ന സമയം തന്നെ അവിടെ നനവ് സംഭവിച്ചിരിക്കും. എത്ര തരിശുഭൂമിയാണെങ്കിലും അവിടം ഫലഭൂയിഷ്ടമായി മാറും. എത്ര ഡ്രൈ ലാൻഡ് ആണെങ്കിലും അവിടെ ഒരു നനവ് തട്ടിയിരിക്കും. ദൈവവചനം പാറയെ പിളർക്കുന്ന ചുറ്റികയാണെങ്കിൽ, ഹേയ്, നിന്റെ ഉദരത്തെ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന സമയം തന്നെ സ്വർഗം തൊടുകയാണ്. ഈ സെക്കൻഡിൽ അത് സംഭവിക്കുന്നു. പ്ലസ് ഇതുപോലെ മനുഷ്യരുടെ നിന്ന കേട്ട് 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 മടുത്ത് വേദനിച്ച് നിരാശപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മോനെ, കർത്താവിൻ്റെ കടാക്ഷം നിന്റെ മേൽ വരാൻ പലരും നിന്നെ നിന്ദിക്കുന്നത് നല്ലതാണ്. എൻ്റെ വിശ്വാസം ഇതാണ്. സെക്കരിയാവ് ഇന്നലെയല്ല പോയി ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയത്. സെക്കരിയാവ് വർഷങ്ങൾ കൊണ്ട് കൂറിൻ്റെ നിയമപ്രകാരം ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു വിസിറ്റേഷൻ, അതും ഒരു അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ, ഒരു അൺഎക്സ്പെക്റ്റഡ് ഏജിൽ എലിശബത്തിന് ഇങ്ങനെ ഒരു വിസിറ്റേഷൻ ഉണ്ടായതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഇങ്ങനൊരു വിസിറ്റേഷൻ ഉണ്ടായതിൻ്റെ കാരണം പലരും ഇവളെ ദൈനംദിനം നിന്ദിക്കുന്നത് തന്നെയാണ്. നിന്റെ സ്വഭാവത്തെ വെച്ച് ചിലർ പരിഹസിച്ച് സംസാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥന കണ്ടിട്ട് ചിലർ പരിഹസിക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് കേട്ടിട്ട് ചിലർ കളിയാക്കി ചിരിക്കുന്നുണ്ടോ? നിങ്ങളെ കളിയാക്കുന്നുണ്ടോ? നിന്ദിക്കുന്നുണ്ടോ? ഒറ്റപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിന്ദയൊക്കെ വന്നാൽ ഇത് നീക്കുന്ന ഒരു കരമുണ്ട്. എലിശബത്ത് പറഞ്ഞത് എന്നെ നിന്ദിക്കുന്നു, എന്നെ പരിഹസിക്കുന്നു, എന്നെ ആക്ഷേപിക്കുന്നു, എന്നെ മച്ചി എന്ന് വിളിക്കുന്നു എന്നല്ല. നിന്ദയെ നീക്കുക. നിന്ന കൊണ്ട് മതില് കെട്ടി വെച്ചിട്ട് അതിന്റെ മറവിൽ ചില വ്യക്തികളെ പിടിച്ച് നിർത്തിക്കളയും സാത്താൻ. അപവാദം കൊണ്ട് മതില് കെട്ടിയിട്ട് അതിന്റെ മറവിൽ പിടിച്ച് നിർത്തിക്കളയും സാത്താൻ. പിന്നെ അവനെ ജീവിതത്തിൽ വെളിച്ചം കാണാൻ പറ്റരുതെന്നും, ജീവിതത്തിൽ അവൻ പ്രോസ്പർ ആകരുതെന്നും, ജീവിതത്തിൽ അവൻ നന്നാകരുതെന്നും നിർബന്ധം പിടിക്കുന്ന ഒരു പൈശാചിക ആധിപത്യമുള്ളതിന്റെ മധ്യത്തിലാണ് ദൈവം നമ്മെ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഹേയ്, ഇന്ന് ഇതുപോലുള്ള വാക്കുകൾ കൊണ്ട് കോട്ട കെട്ടി, നോട്ടം കൊണ്ട് കോട്ട കെട്ടി, പരിഹാസം കൊണ്ട് കോട്ട കെട്ടി അതിൻ്റെ അകത്ത് പിടിച്ചു നിർത്തിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് പ്രകാശം പ്രാപിക്കാൻ പോലും കഴിയാതെ നിന്നെ ഒതുക്കിയിരിക്കുന്ന ചില വാക്കുകളുടെ മേൽ വാളായി ഇന്ന് ഈ സമയം സ്വർഗ്ഗം ഈ വചനത്തെ അയക്കുകയാണ്. Almighty Father, in the name of Jesus, ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കോട്ടകളും ആധിപത്യങ്ങളും സ്വർഗ്ഗം ക്യാൻസൽ ചെയ്യുന്നു. Come on somebody. ജീവനുള്ളവർ മാത്രം പ്രതികരിച്ച്, ജീവനുള്ളവർ മാത്രം പ്രതികരിച്ച് വാക്കുകൾ കൊണ്ട് കോട്ട കെട്ടി, ചില പ്രഖ്യാപനങ്ങൾ കൊണ്ട് കോട്ട കെട്ടി, അവകാശങ്ങൾ കൊണ്ട് കോട്ട കെട്ടി അതിന്റെ മറവിൽ പിടിച്ചു നിർത്തി നിന്നെ ഒരു ദൈവിക പ്രകാശം കാണാൻ അനുവദിക്കാതെ, വാഗ്ദത്തം പ്രാപിക്കാൻ അനുവദിക്കാതെ, പ്രാർത്ഥിച്ച് ജയിക്കാൻ അനുവദിക്കാതെ നിന്നെ അടിമയായി പിടിച്ചിട്ടിരിക്കുന്ന അടിമ ചങ്ങലകളെ ഈ വാക്ക് പൊട്ടിക്കുകയാണ്. Fire in the name of God. ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കുന്നു, അന്തരീക്ഷ മണ്ഡലത്തിൽ കർത്താവേ, ഈ മിനിസ്ട്രിക്ക് വിരോധമായി, എനിക്ക് വിരോധമായി, എൻ്റെ കുടുംബത്തിന് വിരോധമായി, നന്മകൾക്ക് വിരോധമായി, പ്രോസ്പെറിന് വിരോധമായി, പ്രോസ്പെരിറ്റിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല വാക്കും കുടുക്കും യേശുവിന്റെ നാമത്തിൽ വചനമായി ക്യാൻസൽ ചെയ്യുന്നു. രാമ സറ്റേരിയാം ദെനോറിയാൽ മൈറ്റേ Holy Father, Lebro Center Bali Holy Ghost, Lemomo Yogo Centere, Almighty Father, കത്തുക ദൈവ സാന്നിധ്യം അത് കത്തിക്കൊണ്ടിരിക്കുക. എനിക്കറിയാം അനേകർ ഈ വചനം തൊടുന്നുണ്ട്. നിന്ന കൊണ്ട് കോട്ട കെട്ടി വെച്ചിരിക്കുകയാണോ നിനക്ക് ചുറ്റും? പരിഹാസങ്ങൾ കൊണ്ട് കോട്ട കെട്ടി വെച്ചിരിക്കുകയാണോ നിനക്ക് ചുറ്റും? മുൻവിധികൾ കൊണ്ട് കോട്ട കെട്ടി വെച്ചിരിക്കുകയാണോ നിനക്ക് നിന്റെ തലമുറകൾക്ക് ചുറ്റും? നിന്റെ കഴിവുകളെ മുൻവിധിയാൽ കെട്ടിവെച്ചിരിക്കുകയാണോ? നിനക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും
ദൈവത്തിനു വേണ്ടി കളങ്കമില്ലാതെ പ്രവർത്തിക്കണമെന്നും കളങ്കമില്ലാതെ ജീവിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിട്ടും വീണ്ടും പലപ്പോഴും ഒരേ തെറ്റിൽ തന്നെ വീണ്ടും നിന്നെ കൊണ്ടിട്ട് കുടുക്കി, ഒരേ പരാജയ പാതയിൽ കൂടെ തന്നെ വീണ്ടും നിന്നെ നടത്തി, നിന്നെ ഒരു സെൽഫ് കണ്ടംനേറ്റഡ് ആക്കി, ഗിൽറ്റി ഫീലിംഗ് ഇട്ട്, കുറ്റബോധം കൊണ്ട് നിറച്ച്, പാപബോധമല്ലാതെ കുറ്റബോധം കൊണ്ട് നിറച്ച്, നിന്റെ കഴിവുകളെ പോലും വിശ്വസിക്കാൻ കഴിയാതെ, പ്രാർത്ഥനയിൽ പോലും വിശ്വസിക്കാൻ കഴിയാതെ, ക്രിസ്തീയ ജീവിതത്തെ പോലും കയ്പായി കണ്ടുപോകുന്ന ഒരു അനുഭവത്തിനകത്ത് നിന്നെ മനുഷ്യരെല്ലാരും കൂടെ സാത്താന്റെ സഹായത്തോടെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. ഞാനൊരു ദൂത് നിന്നോട് പറയാം. പ്രാർത്ഥിക്കുന്ന ഒരു സെക്കരിയാവ് ആലയത്തിന്റെ അകത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇനി പ്രാർത്ഥിക്കുന്ന ഒരു സെക്കരിയാവ് ഇല്ലെങ്കിൽ പോലും വിശ്വസിക്കുന്ന ഒരു എലിശബത്ത് നിന്നിലുണ്ടെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ഒരു സെക്കരിയാവ് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, ഇനി ഒരു സെക്കരിയാവ് പ്രാർത്ഥിക്കാൻ നിനക്കില്ല, വിശ്വസിക്കുന്ന ഒരു എലിശബത്ത് നിന്നിലുണ്ടെങ്കിൽ, വചനം കേൾക്കുമ്പോ സാഹചര്യം നോക്കാതെ, വചനം കേൾക്കുമ്പോ പ്രായം നോക്കാതെ, വചനം കേൾക്കുമ്പോ നാളും നാഴികയും നോക്കാതെ ആമേൻ പറയുന്നൊരു എലിശബത്ത് നിന്നിലുണ്ടെങ്കിൽ, നിർജീവമായി കിടക്കുന്ന ഉദരം ചലിച്ചു തുടങ്ങും. നിർജീവമായി കിടക്കുന്ന ഭാഗങ്ങളിൽ ജീവൻ തട്ടും. യഹസ്കേലിനെ വിളിച്ചോണ്ട് യഹോവയായ ദൈവം ചോദിച്ചത്, ഞാൻ മഹാശക്തിമാനാണ്, യഹസ്കേൽ വാ തുറന്നില്ലെങ്കിലും ഈ അസ്ഥികൾ ജീവിക്കൂന്നല്ല. മുന്നിൽ നിന്ന് യഹസ്കേലിനോട് ചോദിച്ചു, യഹസ്കേലെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? എടാ, നിന്റെ പെർമിഷൻ ദൈവത്തിന് ആവശ്യമാണ്, നിന്റെ കൺസെന്റ് ദൈവത്തിന് ആവശ്യമാണ്, നിന്റെ വിശ്വാസം ദൈവത്തിന് ആവശ്യമാണ്, നിന്റെ ഡെഡിക്കേഷൻ ദൈവത്തിന് ആവശ്യമാണ്. പ്രവർത്തിക്കാൻ പ്രവൃത്തി വെളിപ്പെടാത്തത് ദൈവം ശക്തിയില്ലാത്തോണ്ടല്ല കേട്ടോ. ഒറ്റ വിസിറ്റേഷനേ ഉള്ളൂ. 16 വട്ടം വന്ന് ദൂതൻ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയൊന്നുമില്ല. ഒരൊറ്റ വിസിറ്റേഷൻ. ദൈവമക്കളെ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരൊറ്റ നാമേ ഉള്ളൂ. 10,000 നാമങ്ങളില്ല. 10,000 സെയിൻസ് ഉണ്ടാകും, 10,000 മധ്യസ്ഥന്മാരുണ്ടാകും, 10,000 ദൂതന്മാരുണ്ടാകും, 10,000 സിംഹാസനങ്ങൾ ഉണ്ടാകും. പക്ഷേ മാനവരാശിക്ക് വേണ്ടി രക്ഷയ്ക്കും ഇന്റർസെഷനും വേണ്ടി നൽകിയിരിക്കുന്ന ഒരൊറ്റ നാമേ ഉള്ളൂ. അതിപ്പോ എന്ത് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്താലും, എന്ത് വിശ്വസിച്ചാലും അത് യേശുവിൻ്റെ നാമത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. ആ നാമത്തേക്കാൾ വലിയൊരു നാമം ഈ ബൈബിളിൽ ഞാൻ കാണുന്നില്ല. ബാക്കി കാണുന്ന വലിയതെന്ന് പറയുന്ന നാമവും ഇരട്ടി പങ്ക് പ്രാപിച്ച നാമമൊക്കെ ആ നാമത്തിൽ വിശ്വസിച്ച നാമങ്ങളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കും. ഈ വേർഡ് മതി നിങ്ങൾ ഇന്ന് വിടിവിക്കപ്പെടാൻ. ഈ വേർഡ് മതി. ഹല്ലേലൂയ. ഒറ്റ വിസിറ്റേഷനെ എലിശബത്തിനുണ്ടായുള്ളൂ. പക്ഷെ ചലനം തട്ടിയത് എലിശബത്തിന്റെ ഉദരം മാത്രമല്ല. ചലനം തട്ടിയതേ എലിശബത്തിന്റെ ഉദരം മാത്രമല്ല, ചലനം തട്ടിയത് ഒരുപാട് പേരുടെ ഹൃദയത്തിലാണ്. എലിശബത്തിന്റെ ഒരു ഉദരം ജീവൻ പ്രാപിച്ചു, ചലനം തട്ടി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ അതിനേക്കാൾ ചലിച്ചുകൊണ്ടിരുന്നത് പല ഹൃദയങ്ങളുമാണ്. മനസ്സ് ചിലരുടെയൊക്കെ മനസ്സിനകത്ത് ഭൂമി കുലുക്കം വരുന്നത് പോലെ ഇതിനെക്കുറിച്ചൊരു വിടുതലിന്റെ വാർത്ത കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കാരണം ഈ എലിശബത്ത് തന്നെ പറഞ്ഞു വെച്ച 25-ാമത്തെ വാക്യത്തിലെ മനുഷ്യർ, ദൈവമക്കളെ, നീ നന്നാകുന്നത് കണ്ടുകൂടാത്തത് ചില മനുഷ്യർക്കാണ്, നീ ഉയർച്ച പ്രാപിക്കുന്നത് കണ്ടുകൂടാത്തത് ചില മനുഷ്യർക്കാണ്. അവരിൽ വ്യാപരിക്കുന്ന ഡീമൺ സ്പിരിറ്റിനാണ്. എന്നാൽ മനുഷ്യൻ നിനക്ക് വിരോധമായി നിന്നാലും, ഡീമൺസിന്റെ സംസ്ഥാന സമ്മേളനം തന്നെ
നടപ്പാക്കിയാലും അതിലൊന്നും നിർത്തൽ ചെയ്യാൻ കഴിയുന്നതോ തടഞ്ഞു വെക്കാൻ കഴിയുന്നതോ അല്ല ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ കരം. നിന്റെ ഫിനാൻസിനെയാണോ ഈ ഡീമൺ ബന്ധിച്ചത്? നിന്റെ സമാധാനത്തെയാണോ ഈ ഡീമൺ ബന്ധിച്ചത്? നിന്റെ ഉദരത്തെയാണോ ഈ ഡീമൺ ബന്ധിച്ചത്? നിന്റെ ഫാമിലിയെയാണോ ഈ ഡീമൺ ബന്ധിച്ചത്? മനുഷ്യരുടെ ശബ്ദത്താൽ, മനുഷ്യരുടെ വാക്കുകളാൽ, മനുഷ്യരുടെ നോട്ടത്താൽ, മനുഷ്യരുടെ ഇച്ഛകളാൽ, മനുഷ്യരിലൂടെ നടന്ന പ്രവൃത്തികളാൽ ബന്ധിച്ചോ? അത് 10,000 വട്ട അല്ല 10 ലക്ഷം വട്ടാണെങ്കിലും അതിന്റെ സകല ടൈയും, അതിന്റെ സകല കെട്ടുകളും, അതിന്റെ സകല റോപ്പും, സകല ചെയിൻസും കട്ടാകാൻ 10,000 ആയുധങ്ങളില്ല. ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഡെലിവറൻസ് നടക്കുകയാണ്. 10,000 നാമങ്ങളില്ല നമ്മുടെ ഇടയിൽ, 10,000 രൂപങ്ങളില്ല നമ്മുടെ ഇടയിൽ, 10,000 വ്യക്തികളും അവരുടെ പേരുകളും ഇല്ല നമ്മുടെ ഇടയിൽ. ഭൂതം പേടിക്കുന്ന, ഡീമൺ പേടിക്കുന്ന, പൈശാചിക ശക്തികൾ മുട്ടുമടക്കുന്ന, പൈശാചിക ശക്തികൾ പിൻവാങ്ങുന്ന ഒരൊറ്റ നാമമേ ഉള്ളൂ. അതേ യേശുവിന്റെ നാമമാണ്. ഞാനിത് പറയുമ്പോ തന്നെ സർവ്വ മേഖലകളുടെ മേലും വ്യാപരിക്കുന്ന, ഞങ്ങളുടെ നന്മകളുടെ മേൽ വ്യാപരിക്കുന്ന സകല ഡീമോണിക് പവർ യേശുവിന്റെ നാമത്തിൽ ബൈൻഡ് ചെയ്യുന്നു. In the name of Jesus. Oh Father, നീ ആദ്യം ഒരു പ്രിസന്റ് അകത്തുനിന്നാണ് പുറത്തു വരേണ്ടത്. ഞാൻ തന്നെ എനിക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രിസൺ, അതിന്റെ താക്കോൽ എൻ്റെ തന്നെ ആയിരിക്കുന്നത്. അത് ഭൂതമൊന്നും പഠിച്ചു വെച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ തന്നെ എൻ്റെ വിശ്വാസങ്ങൾക്കകത്താണെങ്കിലും, എൻ്റെ ചേഷ്ടകൾക്കകത്താണെങ്കിലും, ശീലങ്ങൾക്കകത്താണെങ്കിലും ഞാൻ തന്നെ സ്ഥാപിച്ചു വെച്ച ഒരു പ്രിസൺ. ആ ജയിലിനകത്ത് നിന്ന് ആദ്യം സ്വയമേ പുറത്തു വരിക. അപ്പോഴേ വചനം പ്രാപിക്കാൻ പറ്റൂ, വചനം ആസ്വദിക്കാൻ പറ്റൂ, വചനത്തെ സ്വീകരിക്കാൻ പറ്റൂ. In the name of Jesus. എലിശബത്തിന്റെ ഡെലിവറൻസിനെ കുറിച്ച് കേട്ടപ്പോ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത്, ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവർക്ക് പോലും ജലസുണ്ടായി കാണും. ഇനിയിപ്പോ അത് ആൺകൊച്ചാന്ന് കേട്ടാ അവിടെ വീണ്ടും കത്തും. യോഹന്നാനാ പുറത്തു വരുന്നേ. നിന്നെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്നിൽ നിന്ന് പുറത്തു വരേണ്ട ഫലം നേരത്തെ പ്രവചിച്ചിട്ടിരിക്കുക. ഹല്ലേലൂയ. നിന്നോട് ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം തൊട്ടിട്ടുണ്ടെങ്കിൽ, നിന്നിൽ നിന്ന് പുറത്തു വരേണ്ട ഫലം വല്ലോരും പറയുന്നതും വല്ലോരുടെ ഉള്ളിലിരിക്കുന്നതുമല്ല. ദൈവം നിന്നെക്കുറിച്ച് ഓൾറെഡി പ്രവചിച്ചിട്ടിരിക്കുന്നതാണ്. മോനെ, പുറത്തു വരാൻ സമ്മതിക്കാതെ ആ പ്രവചന ശബ്ദത്തെ കെട്ടിയ വല്ല കെട്ടുണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും ലീഗൽ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ വാമതി വിശ്വാസത്തോടെ അതിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ. യേശുവിന്റെ രക്തത്താൽ ജയം പ്രഖ്യാപിക്കുന്നു. ദൈവത്തിന്റെ കണ്ണ് കണ്ടവരെയല്ല മനുഷ്യർക്ക് നിന്ദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ദൈവത്തിന്റെ കണ്ണ് കണ്ടവരെയല്ല മനുഷ്യർക്ക് നിന്ദിക്കാൻ ഭയങ്കര താല്പര്യം. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടർക്ക് എന്തെങ്കിലും കുറവ് കണ്ട, എൻ്റെ പൊന്നു കർത്താവേ മതി, അവർക്ക് ഓണമായി. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി, അവർക്ക് പിന്നെ ഫെസ്റ്റിവലായി. പ്രാർത്ഥിക്കുന്നവനെങ്ങാൻ ഇച്ചിരി താഴെ പോയി എന്ന് കേട്ടാൽ മതി, അന്നത്തെ ദിവസം ആ വീട്ടിൽ സദ്യയായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ നിന്നെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ എൻ്റെ ദൈവം
സ്നേഹിക്കുന്നതാകൊണ്ട്, നിന്നെ പേർ പറഞ്ഞു വിളിച്ചതാകൊണ്ട് ഈ നിന്ദയും ഈ പരിഹാസവും ഈ ആക്ഷേപവും ഈ മുൻവിധിയും ഈ കളിയാക്കലും ഈ തരം താഴ്ത്തിക്കെട്ടലും ഈ അവകാശത്തെ കവർന്നെടുക്കലും ദൈവത്തിൻ്റെ എൻകൗണ്ടർ നിന്റെ ജീവിതത്തിൽ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ്. നീ ഉയരും, നിന്നെ ഉയർത്തത്തില്ലെന്ന് പറയുന്നവർ അതിൻ്റെ ഓപ്പോസിറ്റ് ആവും. ആമേൻ. ഞാനിത് ആരോടൊക്കെ ആരെയൊക്കെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. യേശുവിനെ കല്ലറയ്ക്കകത്താക്കി കഴിഞ്ഞാൽ അതോടെ പിന്നെ ഈ മാർഗം അങ്ങ് തീർന്നു എന്ന് വിചാരിച്ചു. പത്രോസിന്റെ തല അങ്ങ് വെട്ടിക്കളഞ്ഞാൽ അതോടെ ഈ സുവിശേഷത്തിന്റെ ശക്തി അങ്ങ് ബന്ധിച്ചു എന്ന് വിചാരിച്ചു. പൗലോസിനെ അങ്ങ് കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞാൽ അതോടെ പിന്നെ ഈ രക്ഷയുടെ അനുഭവങ്ങളൊക്കെ അങ്ങ് കിട്ടപ്പെടുമെന്ന് വിചാരിച്ചു. പൗലോസും മരിച്ചു, പത്രോസും മരിച്ചു, യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. സുവിശേഷത്തിന്റെ ചലനം നിന്നുപോയോ? സുവിശേഷത്തിന്റെ ശക്തി കുറഞ്ഞുപോയോ? ഒരു സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ പിന്നെ സ്തേഫാനോസുമാർ എഴുന്നേറ്റില്ലേ? ഒരു യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ യേശു കർത്താവ് ചെയ്തതും യേശുവിൻ്റെ തലയോളം വളരാനുമുള്ള പ്രവൃത്തികൾ പിന്നെ ഈ ഭൂമിയിൽ നടക്കുന്നില്ലേ? മനുഷ്യരുടെ വിധികളല്ല സംഭവിക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ ശബ്ദമാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. മനുഷ്യന്റെ കരമല്ല നിനക്ക് നേരെ ചൂണ്ടാൻ പോകുന്നത്, ദൈവത്തിൻ്റെ കരമാ നിനക്കുള്ളത് അളക്കാൻ പോകുന്നത്. മനുഷ്യന് ദൈവം മനുഷ്യനാൽ നിന്റെ നന്മകളെ തടയാനല്ല, ദൈവത്താൽ നിനക്കുള്ള വഴികൾ ഒരുക്കാനാണ് ഇന്നത്തെ കരം നീട്ടുന്നത്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. സകലരും എലിശബത്ത് പ്രസവിച്ചു, ഈ പൈതൽ എന്തായിത്തീരും? ഇതെല്ലാവരുടെയും ഒരു ആശ്ചര്യം. ഇവൻ ഇങ്ങനെ പോയാൽ എവിടെ പോയി നിൽക്കും? ഈ ചിന്തയുള്ളവരുണ്ട്. ഇവൻ ഇങ്ങനെ വെച്ചടി കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എന്തുവാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇവളെങ്ങാനും ഈ വീട് പണിത് പൂർത്തിയാക്കിയാൽ നമ്മുടെ അവസ്ഥ എന്തുവാ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇവള് പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രാപിച്ചാൽ ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി കൂട്ടരുണ്ട്. ഇതെന്താകും? ഈ ചിന്തകൾ നല്ലതാണ്. എന്തിനാണെന്നറിയാമോ? നിന്നിലെ ഫലം പുറത്തു വരാൻ. എന്താകും എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. എന്താക്കാം എന്ന് ദൈവം ചിന്തിക്കും. അങ്ങനല്ലേ വചനം നമ്മൾ വായിച്ചേ? ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. മോനെ, നല്ല അർത്ഥത്തിൽ പറഞ്ഞവരുണ്ട് ഇതിനകത്ത്. ഈ പൈതൽ എന്താകും നല്ല അർത്ഥത്തിൽ പറഞ്ഞവരുണ്ട്. യോഹന്നാൻ നല്ല പേരാ. ഈ പൈതൽ എന്താകും? കാരണം അവന്റെ പേര് യോഹന്നാൻ എന്ന് എഴുതിയതും അപ്പന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു. ദൈവം വെളിപ്പെടുത്തുന്നത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴേ ചില കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങും. മാസങ്ങൾ സംസാരിക്കാതിരുന്ന സെക്കരിയാവ് എന്ന തൻ്റെ അപ്പൻ, സെക്കരിയാവിന്റെ മകൻ എന്നല്ലേ വിളിക്കപ്പെടുന്നത്, തൻ്റെ അപ്പന്റെ നാവിന്റെ കെട്ട് അഴിഞ്ഞു. ദൈവം നിനക്ക് ഓഫർ ചെയ്ത കാര്യം വെളിപ്പെടുമ്പോഴേ സകലത്തിൻ്റെയും കെട്ടുകൾ പൊട്ടും. Holy Ghost in the name of Jesus. പഴകിയൊരു കെട്ടായിരുന്നു അപ്പൻ്റെ നാവിലുണ്ടായിരുന്നു, മാസങ്ങൾ കൊണ്ടുള്ള കെട്ട. അത് അപ്പൻ്റെ അവിശ്വാസം കൊണ്ടാണ്. അപ്പൻ ദൂതനെ ക്വസ്റ്റ്യൻ ചെയ്തു. ചോദ്യം ചെയ്യരുത്, ദൈവശബ്ദങ്ങളെ ചോദ്യം ചെയ്യരുത്, ദൈവിക പ്രസംഗങ്ങളെ ചോദ്യം ചെയ്യരുത്. ദൈവാത്മാവിലുള്ളതാണെങ്കിൽ ചോദ്യം ചെയ്യരുത്, ആലോചനകൾ ചോദ്യം ചെയ്യരുത്. നമ്മൾ നാക്ക് നീട്ടിക്കൊടുത്തിട്ട് കെട്ടിക്കോ എന്ന് പറയുന്നതിന് സമമാണ്. ഹല്ലേലൂയ. വിശ്വാസം നല്ലതാണ്, പക്ഷെ അത് മറ്റൊരു വിശ്വാസത്തെ ഹനിച്ചുകൊണ്ടാകരുത്. ദൈവവിശ്വാസം നല്ലതാണ്, പക്ഷെ അത് മറ്റൊരു വിശ്വാസിയെ മുറിവേൽപ്പിച്ചുകൊണ്ടാകരുത്. മറ്റൊരു വ്യക്തിയെ മുറിവേൽപ്പിക്കുന്ന വിശ്വാസ പ്രസംഗമാണെങ്കിൽ അപ്പോൾ നമ്മളിലിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല എന്ന് പറയേണ്ടി വരും. കാരണം ദൈവം ആരെയും മുറിവേൽപ്പിക്കുന്ന ദൈവമല്ല. നമുക്ക് തെറ്റ് തിരുത്തി കൊടുക്കാം, ഉപദേശിക്കാം, പക്ഷെ അത് മുറിവേൽപ്പിച്ചുകൊണ്ടാകരുത്. ചോദ്യം ചെയ്യരുത്. ഇവിടെ ദൂതന്റെ
പ്രസംഗങ്ങളെ, ദൂതന്റെ പ്രവചന ശബ്ദത്തെ സെഖര്യാവ് ചോദിച്ചു, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? നമുക്കെല്ലാവർക്കും ആഗ്രഹമാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താ പറഞ്ഞേ അറിയാൻ ആഗ്രഹമാണ്, അത് തെറ്റല്ല. പക്ഷേ എന്തെനിക്ക് അതിന് അടയാളം കിട്ടൂ എന്ന് ചോദിക്കുന്നത് തെറ്റാണ്. സെഖര്യാവിനെ പോലൊരു പുരോഹിതനിൽ നിന്ന് ദൈവം അത് എക്സ്പെക്ട് ചെയ്തിൽ ആഗ്രഹിച്ചില്ല. ദൈവം നമ്മളിൽ എന്നെ ശ്രദ്ധിച്ചേ, സെഖര്യാവിനെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇത്രയും പ്രായമുള്ള, വചനത്തെക്കുറിച്ച് പാണ്ഡിത്യമുള്ള ഒരു ശുശ്രൂഷകനിൽ നിന്ന് ദൈവം എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അങ്ങോട്ട് വന്നത്. ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വയസ്സ് ചെന്നു, എനിക്ക് ആരോഗ്യം കുറഞ്ഞു. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഗോട്ട് ഇറ്റ് മോളെ, ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ബ്രദറെ, ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്, ഒരു മിനിമം ഔട്ട്പുട്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മളെപ്പോലെ വചനം കേൾക്കാൻ ഭാഗ്യമുള്ളവർ ഈ ഭൂമിയിലില്ല. നമ്മളെപ്പോലെ ആഗ്രഹം ഉണ്ടായിട്ടും അവസരങ്ങളില്ലാത്തവർ ഈ ഭൂമിയിലുണ്ട്. അപ്പൊ ദൈവം അധികം കേൾക്കുന്ന നമ്മിൽ നിന്ന് ഒരു മിനിമം ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്യുന്ന തെറ്റാണോ? ശുശ്രൂഷകനാകുന്ന സെഖര്യാവിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പ്രതികരണമാണ് ദൂതന് കിട്ടിയത്. അപ്പൊ ഇനി നീ വിടുതൽ കണ്ടതിന് ശേഷം നീ ഇനി സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു കൊട്ട് നാവിന് കൊടുത്തു. മകന്റെ പേര് വെളിപ്പെടുത്തിയതും ആ ദൈവം പറഞ്ഞ വാക്കാണ് അവിടെ അനുസരിച്ച്. ദൈവത്തിന്റെ അനുസരണം യോഹന്നാനിലൂടെ അവിടെ വന്നതും നാവിന്റെ കെട്ടഴിഞ്ഞു. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ കെട്ടുകൾ പൊട്ടുന്ന സമയം തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഏത് മേഖലയാണോ ബന്ധിച്ചത്, ആ മേഖലയിൽ ഇന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട കെട്ടുപൊട്ടാൻ പോവുക. ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്ക് വളർന്നു വരിക. ദൈവം ആഗ്രഹിക്കുന്ന ഔട്ട്പുട്ട് കൊടുക്കുക. ഭയങ്കര സംഭവം ഒന്നും ആവണമെന്നല്ല ഞാൻ പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു മിനിമം ഔട്ട്പുട്ട് ഉണ്ട് നമ്മിൽ നിന്ന്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള സ്റ്റഫുകളാണ് ഇൻപുട്ടായിട്ട് കർത്താവ് ഓരോ ദിവസവും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ തരുന്നത് ഇൻപുട്ടാണ്, നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുന്ന ഇൻപുട്ടാണ്. വചന രൂപത്തിൽ, ആശയ രൂപത്തിൽ, ദൈവം തരുന്ന പ്രവചന ശബ്ദങ്ങളിൽ, അഭിഷേകത്തിലൂടെ ഇൻപുട്ടാണ്. ഇത് മുഴുവൻ മേടിച്ചു വെച്ച് ചെതലരിക്കാന്നല്ലാതെ ഒരു ഔട്ട്പുട്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കണം. നമ്മളൊക്കെ വാങ്ങിക്കൂട്ടി വെക്കാനാണ് ഏറ്റവും വിദഗ്ധർ. ദൈവം ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. പ്രൈസ് ടു ജീസസ്. നിങ്ങൾ പുട്ടിൻ്റെ ചില്ലിയിട്ട് പുട്ടുകുറ്റിക്കകത്തേക്ക് നിങ്ങൾ മാവ് തിരികെ ഇറക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം താഴെ കൂടെ നിങ്ങൾ കുത്തി കൊടുക്കാറില്ലേ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ടല്ലേ മാവായിട്ടല്ല പുട്ടായിട്ട് പുറത്തു വരുമെന്ന്. ആം ഐ റൈറ്റ്? അതോ മാവായിട്ട് കിട്ടണമെന്ന് പറഞ്ഞാണ് ഇടുന്നത്? മോനെ, വചനം നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് തരുമ്പോൾ കർത്താവ് തിരിച്ച് പ്രവൃത്തിയായിട്ട് അത് എക്സ്പെക്ട് ചെയ്യും. തെറ്റാണോ? മാവിടുന്ന നമ്മൾ പുട്ട് കിട്ടണമെന്ന് ശടിക്കുന്നെങ്കിൽ കർത്താവ് വചനം തന്നിട്ട് ഫലം പുറത്തു വരണമെന്ന് ആവശ്യപ്പെടുന്ന തെറ്റാണോ? എങ്കിൽ പെറ്റീഷൻ കൊടുക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ട്, അത് കൊടുക്കാൻ നിനക്ക് പരിശുദ്ധാത്മാവ് കൃപ തരും. ദൈവശബ്ദം സ്വീകരിച്ച എലിശബത്തിന് ദൈവം കൊടുത്ത ഔട്ട്പുട്ടാണ് യോഹന്നാൻ. ദൈവശബ്ദത്തിന് ആമേൻ പറഞ്ഞ എലിശബത്തിന് ദൈവം കൊടുത്ത ഔട്ട്പുട്ടാണ് യോഹന്നാൻ. ഇന്ന് ഞാൻ ഈ പറയുന്ന വേർഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സീഡായിട്ട് വീണാൽ ഇന്നല്ലെങ്കിൽ നാളെ പെയ്യുന്ന മഴയിൽ അത് മുളച്ചു പുറത്തു വന്നിരിക്കും. അന്ന ചരിത്രമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ പ്ലാറ്റ്ഫോം അതിന് സാക്ഷ്യം വഹിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോം ഇരട്ടി അഭിഷേകത്തിൽ വളരട്ടെ. ഈ ചാനൽ ലോക രാജ്യങ്ങളിലേക്ക് ഇത് ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ചാനലിന് വിരോധമായി, ഈ കൂട്ടായ്മയ്ക്ക് വിരോധമായി, ജനത്തിന് വിരോധമായി എഴുതിയ സകല രേഖകളും യേശു നാമത്തിൽ മാഞ്ഞുപോട്ടെ. ഇരട്ടി അഭിഷേകത്തോടെ വളരട്ടെ. ഇവൻ എന്താകും, ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. നീ എന്താകണമെന്ന് കർത്താവ് പറഞ്ഞു, അത് നീ ആകും.
നീ എന്താകില്ല എന്ന് ലോകം അസൂയ കൊണ്ട് പറഞ്ഞോ, അതിന് വിരോധമായി ദൈവശബ്ദം നിന്നെ ആക്കും. വിശ്വസിക്കുന്ന മോനെ ശുശ്രൂഷ ചെയ്യുന്ന സെക്കരിയാവായില്ലെങ്കിലും വിശ്വസിക്കുന്ന എലിശബത്തായാൽ മതി. നിന്നെ കൊണ്ട് പറ്റാത്തത് നിന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തിയാൽ സാധിക്കും. ഞാൻ വീണ്ടും പറയുന്നു, വിശ്വസിക്കുന്ന ഒരു എലിശബത്ത് നമ്മിൽ വേണം. ദൈവശബ്ദത്തിന് ആമേൻ പറയുന്നൊരു മനസ്സ് നമുക്ക് വേണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. വചനം പറയുന്നു, കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആളുണ്ടോ എന്ന്. എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ. എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ സാഹചര്യം ഇന്ന് എന്താന്ന്. പക്ഷെ ഞാൻ ഈ വചനത്തിനകത്തുനിന്ന് ഒന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നു, കർത്താവിൻ്റെ കൈ നിന്റെ കൂടെ ഉണ്ട്. കർത്താവിൻ്റെ കൈ നിന്റെ കൂടെ ഉണ്ട്. വിശ്വസിച്ചേക്കൂ. ഞാൻ കൈ നിന്നെ തൊടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ യേശു അപ്പച്ചൻ്റെ കരം നിങ്ങളെ തൊടണമേ എന്ന് ഞാൻ പൂർണ്ണമായി ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആ യേശുവിൻ്റെ കരം നിങ്ങളെ തൊടണമെന്ന് ഞാൻ അതിയായി കൊതിക്കുകയാണ്. അത്രയും താല്പര്യത്തോടെ ആത്മാർത്ഥതയോടെയാണ് ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നത്. എന്നെ ഒന്ന് തൊടണമേ കർത്താവേ എന്ന് പറയാൻ മനസ്സുള്ളവരുടെ ജീവിതത്തിൽ എൻ്റെ യേശുവിൻ്റെ കൈ നീളും. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതവും കണ്ടില്ലെങ്കിലും എൻ്റെ യേശുവിൻ്റെ അനുകൂല കരം കാണാൻ നിനക്കൊരു ഭാഗ്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കും. നീ അത്ഭുതം കണ്ടോളും, അത്ഭുതം കണ്ടോളും. ഒരു കരം നിനക്ക് നേരെ നീട്ടുകയാണ് എൻ്റെ യേശു കർത്താവിൻ്റെ ഒരു കരം. അത് നിങ്ങളുടെ തലമുറകൾക്ക് നേരെ ആയിരിക്കാം, നിങ്ങൾക്ക് നേരെ ആയിരിക്കാം, നിങ്ങളുടെ മിനിസ്ട്രിക്ക് നേരെ ആയിരിക്കാം, നിങ്ങളെ ഒതുക്കി കളഞ്ഞതിൻ്റെ നേരെ ആയിരിക്കാം, നിങ്ങളുടെ ഫിനാൻസിന് നേരെ ആയിരിക്കാം, നിങ്ങളുടെ സമാധാനത്തിന് നേരെ ആയിരിക്കാം. ആ കരം നീണ്ടാൽ ചിലത് ശുദ്ധീകരിക്കപ്പെടും. ആ കരം നീണ്ടാൽ ഉറവകൾ തുറക്കപ്പെടും. ആർക്കൊക്കെയോ വേണ്ടി പരിശുദ്ധാത്മ കരം ചലിച്ചു തുടങ്ങുകയാണ്. ആർക്കൊക്കെയോ വേണ്ടി പരിശുദ്ധാത്മ കരം പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. ആർക്കൊക്കെയോ വേണ്ടി ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങുകയാണ്. ആരൊക്കെയോ ഏതൊക്കെയോ അടിമക്കെട്ടിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഓ പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. അന്യഭാഷ പ്രാപിച്ചവർ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. അല്ലാത്തവർ കർത്താവിനെ സ്തുതിച്ചേ. യേശുവേ ഹല്ലേലൂയ, നന്ദി കർത്താവേ, ഒന്ന് സ്തുതിച്ചേ. കരം 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 കരം, ദൈവത്തിന്റെ കരം കരം കരം. ഓ നിന്നെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ കരം, നിന്റെ കെട്ടുകൾ അറുത്തു മാറ്റുന്ന ദൈവത്തിന്റെ കരം, നിനക്ക് വേണ്ടി ഉളവാക്കുന്ന ദൈവത്തിന്റെ കരം കരം. ഓ ജീസസ്, ഓ ഹല്ലേലൂയ, ഓ മൈ ഫാദർ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. റുമാനാശിയാം തനേരിയാൽ ഖമന റിഗാം സനേരി ബൗഷത്തേരിയാം ദനോ. ഹല്ലേലൂയ ഹോസന്നാ. യേശുവേ ഹല്ലേലൂയ.
യേശുവേ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ ഹോസന്ന, യേശുവേ ഹല്ലേലൂയ ഹോസന്ന. എന്റെ കർത്താവിന്റെ കൈ നിന്റെ അരികിലുള്ളത് നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നിന്നെ തൊടുന്നത്, നിന്നെ ബലപ്പെടുത്തുന്നത്, നിന്നെ ശക്തീകരിക്കുന്നത്. ഒരു സൗഖ്യമാണോ നിനക്ക് ആവശ്യം? പാപത്തിൽ നിന്നുള്ള വിടുതലാണോ നിനക്ക് ആവശ്യം? സമാധാനമാണോ നിനക്ക് ആവശ്യം? ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണോ നിന്റെ ആവശ്യം? നിനക്ക് വേണ്ടി ഒരുക്കുന്ന കരം നീട്ടുകയാ കുഞ്ഞേ. ഒരു അനുകൂല കരം. 1000 കരങ്ങൾ നിനക്ക് പ്രതികൂലമായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ അനുകൂലത്തിന്റെ കരം ഒന്ന് മതി, ഒന്ന് മതി. Glory al mi anointo, glory, glory. We glorify your name, Lord. Glory, glory. Holy Absheni Alteni Ambo, Rakaini Abshenati Amsedo. Glory that is manifesting. The God is moving somewhere. Sayabakayo Yamazetelabosh. തലമുറകളില്ലാത്തവരുടെ ഉദരത്തെ കർത്താവ് തൊടട്ടെ. ദമ്പതികളെ കർത്താവ് തൊടട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. In Jesus' name, എല്ലാ demonic possessions cancel ആകട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ അഴിയട്ടെ. അന്ധകാര ബന്ധനങ്ങൾ ഉടയട്ടെ. മനുഷ്യന്റെ അസൂയയുടെ കെട്ടുകൾ ക്യാൻസൽ ചെയ്യും. In Jesus' name, ദൈവത്തിന്റെ അനുകൂലക്കാരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നു, ചലിക്കുന്നു. Mazanoriam shelo, gloriam serolia sihi, yeah, gloria mazero, imaniam zero shikemano. Spirit of God, Spirit of God, my Father, Spirit of God. Rasakatalaba shatalakaya libra satalabra goshataya. Glory. പിതാവേ, നന്ദി പറയുന്നു. ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വത്തിന്റെ കരം ഞങ്ങളുടെ മധ്യേ നീട്ടിയ ദൈവത്തിന് സ്തോത്രം. പ്രവർത്തിക്കുന്ന കരം ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചതിന് നന്ദി. ഈ ജനത്തെ ഞാൻ അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. സൗഖ്യമാക്കിയ അങ്ങയുടെ കരത്തിന് നന്ദി. വിടുവിച്ച അങ്ങയുടെ കരത്തിന് സ്തോത്രം. നൽകിയ അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഈ ജനത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്ക്. അതന്നെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമക്കളെ, എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ഈ ചാനലിൽ നടത്തപ്പെടുന്നു. ഇന്നും ഇന്നലെ അല്ല, കർത്താവിൻ്റെ കൃപയാൽ 2-2.5 വർഷം കൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ ഈ മീറ്റിംഗ് ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്കിത് അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ളവർക്കൂടെ അയച്ചു കൊടുക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാ ദിവസവും 2 നേരവും നടക്കുന്ന മീറ്റിങ്ങിൽ ഞങ്ങളോടൊപ്പം ചേരുകയും നിങ്ങൾ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പ്രെയർ ഹാളിനെ കൂടെ ഒന്ന് നിങ്ങൾ വഹിക്കുക. കഴിയുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ ദൈവം നിങ്ങൾക്ക് മനസ്സിൽ തോന്നിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക.
എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഞങ്ങളെ ഈ നമ്പറിൽ നിങ്ങൾ അറിയിച്ചാൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. നിങ്ങൾക്ക് വിളിക്കുന്നതിൽ തെറ്റില്ല ഈ നമ്പറിൽ, പക്ഷേ എപ്പോഴും അവൈലബിൾ ആകണമെന്നില്ല. പക്ഷേ വാട്സാപ്പിൽ എപ്പോഴും അവൈലബിൾ ആകുകയും ചെയ്യും. 10 മിനിറ്റ് വൈകിയാണെങ്കിൽ നിങ്ങൾക്കുള്ള മറുപടികൾ നിങ്ങൾക്ക് ലഭിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. മറ്റുള്ളവരോടും കൂടെ ഞങ്ങളുടെ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കുക. കർത്താവ് നിങ്ങളെ എല്ലാ നന്മകളാലും നിറയ്ക്കാൻ വിശ്വസ്തനാകുന്നുവല്ലോ. എല്ലാ നന്മകളാലും നമ്മെ നിറയ്ക്കാൻ ദൈവം വിശ്വസ്തനാകുന്നുവല്ലോ. എല്ലാ നന്മകളാലും നമ്മെ നിറയ്ക്കാൻ അരുമനാഥനായ ദൈവം വിശ്വസ്തനാകുന്നുവല്ലോ. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഇന്ന് കൂട്ടായ്മ ആചരിച്ച എല്ലാ ജനത്തോടുകൂടെയും ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട തിരുവഴുത്തോടുകൂടെയും സകല വിശുദ്ധന്മാരോടുകൂടെയും ഇന്നുമെന്നും അരുമനാഥൻ്റെ 2ാം വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മൂലം നമുക്ക് സകലത്തിന്മേലും ജയം തന്ന ദൈവത്തിന് ഉച്ചത്തിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ അടുത്ത സമയം വരെ നാം ഒരുമിച്ച് കാണുന്നത് വരെ അത്യുന്നതൻ്റെ മറവിൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.